മക്കളെ, ഇൻ്റഗ്രേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഫ്രം 0 to π/4 log 1 + tan x dx. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ആ ഒരു ഫംഗ്ഷന് i = എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റിന് i = എന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതേ ചോദ്യം i എന്ന് പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിന് ഈ π/4, അതായത് ഈ ലിമിറ്റിൻ്റെ മേലുള്ള ടോപ്പിലുള്ള a-x എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എക്സിനെ മാറ്റി പകരം a-x ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ്റെ ആൻസറിൽ മാറ്റം വരില്ല എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി 4 പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടി 4 ഇതാ പറയുന്നത് 0 to a f(x) dx = അതേ ഇൻ്റഗ്രേഷൻ ലിമിറ്റ് 0 to a f(a-x) dx, അതായത് എക്സിനെ മാറ്റി പകരം എന്താക്കി കൊടുക്കുക, a-x ആക്കി കൊടുക്കുക. ഇൻ്റഗ്രേഷൻ്റെ ആൻസറിൽ മാറ്റം വരില്ല. അപ്പോൾ ഈ എക്സിനെ നമുക്ക് എന്താക്കാം, a-x ആക്കി മാറ്റാം. ഇവിടെ എൻ്റെ സ്ഥാനത്ത് ആരാന്ന് നോക്കുക, π/4 ആണ്. അപ്പോൾ π/4 - x എന്നായി മാറും. അപ്പോൾ എക്സിന് പകരം നമ്മൾ π/4 - x ആക്കി കൊടുക്കുമ്പോൾ എന്തായിരിക്കും വരിക, tan x എന്നുള്ളത് tan π/4 - x വരും. ബാക്കിയൊക്കെ അതേപോലെ തന്നെ കേട്ടോ, ബാക്കിയെല്ലാം അതേപോലെ ഒരു മാറ്റമില്ല. ഈ tan π/4 - x നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാം, tan a-b ഫോമിൽ അപ്ലൈ ചെയ്യാം. എന്താ tan a-b എന്ന് പറഞ്ഞാൽ, tan a-b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan a - tan b tan a - tan b by 1 + tan a tan b. ട്രിഗണോമെട്രിയാണ്. ആ ഫോമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് tan a + b എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ tan a + b നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ tan a - b കേട്ടോ, a-b ആണ്. tan a - b എക്സ്പാൻഷൻ പ്രകാരം tan a - tan b by 1 + tan a × tan b. ഇതിൽ tan a എന്ന് പറഞ്ഞാൽ tan 45 ആണ്. tan 45ൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് ദിസ് ഈസ് 1 - tan x. സോ 1 - tan x ഡിവൈഡ് ബൈ താഴത്ത് 1 + tan 45 1 ആയതുകൊണ്ട് 1 × tan x എന്താണ്, tan x ആണ്. 1 × tan x എന്താണ്, tan x ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്താ, ഇത്രയും മാറ്റങ്ങൾ വന്നു. ബാക്കിയെല്ലാം സെയിം ആണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതി കൊടുക്കേണ്ട സെയിം ആണ്. അഗെയിൻ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ബൈ 1 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. സോ 1 × 1 + tan x എന്ന് പറഞ്ഞാൽ 1 + tan x ആണ്. നടുക്കുള്ള പ്ലസ് ഇട്ട് കൊടുത്തു. ദെൻ 1 - tan x അതേപോലെ എഴുതി കൊടുക്കുന്നു. ഡിവൈഡഡ് ബൈ താഴത്ത് 1 + tan x എഴുതി കൊടുത്തു. ഇതിൽ tan x-ഉം ക്യാൻസലായി പോകുന്നു, കാരണം പ്ലസ് ആണ്, ഒന്ന് മൈനസ് ആണ്. അതിനകത്ത് 1 കൂടി ആഡ് ചെയ്ത സമയത്ത് എന്ത് കിട്ടുന്നു, 2 കിട്ടുന്നു. അടിയിൽ എന്ത് വരുന്നു, 1 + tan x അതേപോലെ കിടക്കുന്നു. ഇനിയാണ് പുറത്തുള്ള ലോഗ് കയറി പണിയാൻ പോകുന്നത്. എന്താണ് ലോഗ് ചെയ്യാൻ പോകുന്നത്, ലോഗിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ലോഗിൻ്റെ പ്രത്യേകത, log a/b എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് log a - log b എന്നാണ്. അതായത് log a മേലുള്ളത് ഇതിന് കൊടുക്കുക, log a - log അടിയിലുള്ളത്. ഓക്കെ, അപ്പോൾ log 2 - log അടിയത്തത്. സോ log 2 - log അടിയത്തത് ആരാണ്, ഇറ്റ്സ് 1 + tan x. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റിന് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് കൊടുക്കുക. ഓക്കെ, രണ്ടാൾക്കാർക്ക് സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് log 2, ഇൻ്റഗ്രേഷൻ ഓഫ് ഈ കാണുന്ന log ഇത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് log 2 - ഇൻ്റഗ്രൽ ഓഫ് log 1 + tan x. ശ്രദ്ധിക്കേണ്ട ലിമിറ്റ് കറക്റ്റാണ്, സെയിം തന്നെ ലിമിറ്റ് കൊടുക്കണം, മാറരുത് കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് തിങ്, ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ തന്നെയല്ലേ നോക്കുക, നമ്മൾ തുടങ്ങിയ സെയിം ക്വസ്റ്റ്യൻ അല്ലേ നോക്കുക. എന്താ തുടങ്ങിയ ക്വസ്റ്റ്യൻ, 0 to π/4 log 1 + tan x dx. അതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. സോ അതിൻ്റെ അർത്ഥം എന്താ, ഈ മൈനസ് ആയിട്ട് കിടക്കുന്നത് ആരാണ്, i ആണ്. സോ ദാറ്റ് ഈസ് -i. അപ്പോൾ i = log 2 × ഇൻ്റഗ്രൽ log 2 dx മൈനസ് എന്ത്, i എന്നാണ്. ഇനി ഈ log 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് പുറത്തോട്ട് എടുക്കുന്ന സമയത്ത് ഇൻ്റഗ്രേഷൻ്റെ അകത്ത് ജസ്റ്റ് 1 dx മാത്രമേ മാറും. ഓക്കെ, ഈ -iക്ക് എന്ത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അത് +i ആവും. iയും iയും കൂടി കൂട്ടിയിട്ട് എന്താവും, 2i ആവും. 2i = log 2 × 1 dx ഇൻ്റഗ്രേഷൻ ചെയ്താൽ x ആണ്. അവിടെ ലിമിറ്റും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് 0 to π/4 കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു π/4, ലോവർ ലിമിറ്റ് കൊടുക്കുന്നു 0. സോ π/4 - എന്ത് കിട്ടുന്നു, 0 കിട്ടുന്നു. പുറത്താരുണ്ട്, log 2 ഉണ്ട്. സോ log 2 × π/4 0 കുറച്ചാൽ ആരെന്നെടാ, π/4 ആണ്. സോ log 2 × π/4 ആ സൈഡിലേക്ക് × 2 കൊണ്ടുപോയാൽ അത് നേരെ അടിക്ക് ഡിവൈഡഡ് ബൈ 2 ആവും. log 2 അതേപോലെ ഇട്ട് കൊടുക്കുക. π/4ൻ്റെ പകുതി എടുക്കുക, π/8. എങ്ങനെ π/4ൻ്റെ പകുതി π/8 ആവുക, π/4/2 എന്ന് പറയുമ്പോൾ 2/1 ആണ്. തലതിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ π/4 × 1/2 എന്ന് വരും. ആ 2ഉം 4ഉം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ അതെന്തായി മാറും, π/8 ആയിട്ട് മാറും. സോ യുവർ ഫൈനൽ ആൻസർ ഈസ് i = π/8 × log 2. ഇതാണ് ഫൈനൽ ആൻസർ.